അതായത് ഇന്ന് നമ്മുടെ ഫ്രണ്ടിരിക്കണം നമ്മുടെ 220 ആണ് കേട്ടോ. അപ്പം കുറച്ച് ദിവസം മുമ്പായിട്ട് വണ്ടി ഫുൾ ഓഫ് റോഡിങ് മോഡായിരുന്നു. അപ്പോൾ അത് വീണ്ടും എനിക്ക് നിങ്ങൾ തന്നെ പറയും നിനക്ക് വേറെ ഒരു പണി ഇല്ലടാ, ഇത് തന്നെടാ സ്ഥിരം പണി എന്ന് പറയും. എന്താണ് വണ്ടി ഞാൻ വീട്ടിൽ സ്റ്റോക്ക് ആക്കാനായിട്ട് പോകാനായിട്ടോ. നമ്മളെ ആ കട്ട് ചെയ്ത ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ച് കിട്ടുക്കായിട്ട് വെൽഡ് ചെയ്ത് പക്ക സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിലുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ അതായിട്ട് അതിൻ്റെ അത് സെറ്റായിട്ട് ഇരുന്നുള്ളൂ. പക്ഷേ ഈ പ്രൊജക്ട് ലൈറ്റിന് ബേക്കിലോട്ട് ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മളതിൻ്റെ സൈഡ് പാനലൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി സൈഡ് പാനലൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് നമ്മളതിനെ ഒന്ന് എന്താണ് ഫിക്സഡ് ആക്കി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം പുതിയ ധൂമും ഈ കള്ള പന്നിയുണ്ടല്ലോ എൻ്റെ ഹെഡ്ലൈറ്റ് കിറ്റ് മീറ്റർ ഓടുന്നു എൻ്റെ ഹെഡ്ലൈറ്റ് കിറ്റ് മീറ്ററിൻ്റെ ഫ്ലാപ്പ് ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എൻ്റെ നിന്ന് എടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചുതരാമെന്ന് പറഞ്ഞേട്ടാ. ആ വണ്ടിയാണ്. എവിടെയാണ് ആ വണ്ടി? എവിടെ? അവിടെ ഇരിക്കുന്നത് അതാണ് കേട്ടോ അവൻ്റെ വണ്ടി. അപ്പോൾ അതാ ഇപ്പം ഞാൻ സ്റ്റോക്ക് ആക്കാൻ നിന്നപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവ അതിൻ്റെ ഒരു നെറ്റ് പോലും എനിക്ക് തരുന്നില്ല. അപ്പം എൻ്റെ കിളി വിട്ടിരിക്കുകയാണ്. ഞാൻ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സ്ട്രെച്ചറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ പുതുതായിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ വന്നാലേ എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇതാ കിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ടാ. നമ്മൾ ആലോചിക്കണം, എൻ്റെ കിറ്റിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ പിന്നെ സെക്കൻഡ് ഹാൻഡ് വേറൊരു കിറ്റ് എടുത്തിട്ടാണ് അപ്പം നമ്മുടെ 220 സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടാ. ഓ അവസ്ഥ ഇവനാണ് എന്നെ ചതിച്ചത്, ഈ കള്ളപ്പതിയാണ് ചതിച്ചത് കേട്ടാ. ഓക്കെ ഓക്കെ പ്രൊജക്ടറോടെ ഇപ്പം സെറ്റായല്ലേ നോക്കട്ടെ. ഓക്കെ ഇപ്പം കറക്റ്റ് ഫിക്സഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലൂസാണെന്നേ ഉള്ളു. അതിൻ്റെ ഇപ്പോൾ നമുക്ക് സാധനം എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നമുക്ക് സെറ്റാക്കാനേ ഉള്ളു. ഇതൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ കേട്ടോ. അപ്പം പ്രൊജക്ടറിൻ്റെ വർക്ക് ഏകദേശം അപ്പം തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പം ബാക്കി വർക്കെല്ലാം ഏകദേശമൊക്കെ ഒന്നും തുടങ്ങി കിട്ടിയിട്ട് നമുക്ക് എല്ലാം കാണാം. അപ്പോൾ വണ്ടി വീണ്ടും സ്റ്റോക്ക് ആക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരെയും അഭ്യർത്ഥന പ്രമാണിച്ച് മാത്രമല്ല എനിക്ക് തോന്നിയിട്ട് കൂടെയാണ് കേട്ടോ. ചിലപ്പോൾ ഇനിയും വേണമെങ്കിൽ ഓഫ് റോഡ് മോഡൊക്കെ ആക്കും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം വണ്ടി വീണ്ടും സ്റ്റോക്ക്, അപ്പം ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് ആക്കുക അല്ലെങ്കിൽ നേക്കഡ് ആക്കാനൊന്നും വലിയ താമസമൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്നല്ല, ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമല്ലാത്ത. അപ്പം ഞാൻ ഇപ്പോൾ ഓഫ് റോഡ് മോഡ് ആക്കിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ സ്റ്റോക്കാണ് നല്ലത്. ഞാൻ സ്റ്റോക്ക് ആക്കി. ഇത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റല്ല 2 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കിനിപ്പം കാണാം. അപ്പോൾ നമ്മൾ റിവീലിങ് ചെയ്യാനുള്ള വണ്ടി നമ്മുടെ ഷോ ഒട്ടിയില്ലേ എവിടെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഒരാൾ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു ലുക്ക് കേട്ടോ. അത് ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളൊരു റിംഗ് ലൈറ്റും അതിൽ തന്നെ നമ്മൾ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ഫുൾ ലുക്ക്. അപ്പം കുറച്ച് ലൈറ്റ് ഡിമ്മാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എറിച്ച് കാണാത്തത്. വെയിലത്തൊക്കെ നിൽക്കാതെ ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തിളങ്ങിയാണ് കേട്ടോ. ഇത് മൊത്തം മിനുക്കുമായി. ഇതിപ്പോൾ മൊത്തം തറ ഫുള്ള് എല്ലാവരും പോയതിനു ശേഷം നമ്മളിതിനെ തൂക്കുന്നതായിരിക്കും. 6.M നാക്കിയേക്കും. ഓക്കെ അപ്പം ടൈൽ സെക്ഷനൊക്കെ നോക്കാതെ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് കാണിച്ചു തരാം. ഞാൻ ഈഗിളൈ കൊടുത്താണ് കേട്ടോ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ടൈൽ ഗൈഡ് സെറ്റ് ചെയ്ത് പിന്നെന്താണ് പിന്നെ ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ 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 എടാ വിളിയടാ ചുമ്മാ വയ്ക്കാതാ. ഓക്കെ ഈ ഒരു വണ്ടി ഫുള്ള് ഇങ്ങനെ ആക്കാം. നമ്മുടെ വരുണും ആദ്യം കൂടെ ചേർന്നാണ് കേട്ടോ ഫുൾ വർക്ക് ചെയ്താൽ. മെക്കുണ്ട്, മെക്കുന്നില്ല കേട്ടോ. ഓക്കെ താങ്ക് യു കിട്ടി ഗൈസ്. വരുണാണ് എങ്കിലും ഇതിൻ്റെ ഭൂരിഭാഗം വർക്കും ചെയ്തതല്ലേ. ഇതിൻ്റെ മെയിൻ ആൾ വരുണാണ് കേട്ടോ. വരുണാണ് ഇതിൻ്റെ ഭൂരിഭാഗം ചെയ്തത്. ഫസ്റ്റ് വരുന്നവരെ തിന്നോ. യെസ് ഓക്കെ അപ്പം ഇതൊക്കെയാണ്. അപ്പം നമ്മളാ ഈ ഒരു വണ്ടിയുടെ പരിപാടി നടക്കാം. ഹാപ്പി ഇല്ലടാ സെറ്റ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ആഴ്ചയുടെ കവറാഴ്ച ഇതാണ്. അപ്പോൾ നമ്മുടെ പുതിയ ആ ഒരു സ്ട്രെച്ചർ, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഫുൾ സ്ട്രെച്ചർ കേട്ടോ. പുതിയതെങ്കിൽ അടുത്ത് ഒന്നും നോക്കിയില്ല. അപ്പം ഇത് നമുക്കിനി സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു ബെൻഡും കാര്യങ്ങളൊന്നും കാണത്തില്ല കേട്ടോ. നേരത്തെ ബെൻഡൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അവൻ തരാത്തത് കൊണ്ട് പുതിയതെങ്കിൽ എടുത്തതാണ്. ഓക്കെ സെറ്റ്.